അപ്പൊ നമുക്കപ്പം ഇനി PC വിശ്വനാഥ് കൂടി ശരിയാണ് MLA. അപ്പോ എനിക്ക് തോന്നുന്നു ഈ കലോത്സവം വല്ലാത്തൊരു എനർജിയാണല്ലോ. കഴിഞ്ഞ തവണ കാണുമ്പോൾ നമ്മൾ ഫുഡിന്റെ ചാർജ് ആയിരുന്നു. ഇത്തവണ PC വിശ്വനാഥിന് എന്തായിരുന്നു ചാർജ്? കഴിഞ്ഞ തവണ ഫുഡിന്റെ ചാർജ് ആയതുകൊണ്ട് ഒരു കലാപരിപാടിയും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ കൊല്ലത്തായിരുന്നല്ലോ. അതെ, ചേട്ടൻ വന്നിട്ട് നമ്മുടെ അവിടുന്ന് മനോഹരമായ ഭക്ഷണവും കഴിച്ചു. മാത്രമല്ല വിഷ്ണു സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റു വേദിയിലൊന്നും പോകാൻ പറ്റിയില്ല. ഇത്തവണ കുറച്ച് തിരുവനന്തപുരത്ത് അങ്ങനെ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ല. എന്നാലും കലോത്സവം ആകുമ്പോൾ നമുക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരും. അല്ല, മാത്രമല്ല എന്നോട് പറഞ്ഞത് നമ്മുടെ PCR എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എന്റെ ചെവിയില്. അതായത് വിഷ്ണുവിൽ ഉറങ്ങിക്കിടന്ന കുറച്ചു കാലമായിട്ട് ഡിലേ കൊടുത്തിട്ടുള്ള ചില പ്രതിഭകളെ പുറത്തിയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിഷ്ണു ഏതെങ്കിലും ഈ കലോത്സവ ഐറ്റത്തിൽ മത്സരിച്ചിട്ടുണ്ടോ? ഞാൻ കലോത്സവത്തില് പദ്യപാരായണത്തില്, ടാബ്ലോയില്, നാടകത്തില് ഞാന് നമ്മളെ ചവിട്ടുനാടകം ഉണ്ടായിരുന്നോ? ചവിട്ടുനാടകമല്ല, ചവിട്ടാനുള്ള പരിപാടി നമ്മൾ അഭ്യസിച്ചിട്ടില്ലല്ലേ? നാടകത്തില് വെണ്ടാർ ശ്രീവിദ്യാധിരാജ സ്കൂളായിരുന്നു, എനിക്കറിയാം. നമ്മളെ വീടിനടുത്ത്. അതെ അതെ അതെ. അപ്പൊ അവിടുന്ന് നാടകത്തിന്, ടാബ്ലോയ്ക്ക്, പദ്യപാരായണത്തിനൊക്കെ യുവജനോത്സവ വേദികളിൽ മത്സരാർത്ഥിയായിട്ട് പോയിട്ടുള്ള ആളാണ്. പോയിട്ടുണ്ട്. അല്ല, ഇപ്പൊ ഒരു ബഹുജന മുന്നേറ്റം വന്നിരിക്കുന്നത് ഈ PC വിശ്വനാഥിനെ കൊണ്ട് പാടിപ്പിച്ച് വിടാവുന്നതാണ്. അപ്പോ എന്തായാലും രണ്ടുപേരും മൂളാതിനി മാർഗമില്ല. നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഇങ്ങനെ എന്റെ ചെവി പറഞ്ഞുകൊണ്ടിരിക്കുക MLA പാടും. അത് നാട്ടുകാർക്ക് പാടാവുന്ന നാട്ടുകാർ വിധി എഴുതട്ടെ അല്ലേ? പാടാം. യുവജനോത്സവമാണ്. ഒരു കാര്യത്തിന് ഞാൻ SKന്റെ എനർജി സമ്മതിക്കാണ്. എന്തുപറ്റി? ഇവിടെ വരുന്ന കുട്ടികൾക്ക് ആവേശം, എനർജി ആയിട്ട്. അത് പ്രായം പോകാതിരിക്കാനുള്ള എന്റെ ഒരു സുരക്ഷയാണ്. എന്തായാലും കുട്ടികൾക്ക് വലിയൊരു കോൺഫിഡൻസ് ആണ്, വലിയൊരു ആവേശമാണ് തിരിക്കാൻ വരുന്നവർക്ക്. ഞാൻ പാട്ട് പാടാം. ഇവിടെ ലജ്ജാവതി കിടക്കുകയാണ്. ലജ്ജാവതിയുടെ കൂടെ പാടുക എന്നുള്ളതാണ്. ഞാനാണെങ്കിൽ ഈ വളരെ സ്ലോ ആയിട്ടുള്ള പാട്ടൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. അല്ല, അറിയാവുന്ന പാടിയാ മതി, കുഴപ്പമില്ല. അത് നടക്കട്ടെ. ലജ്ജാവതിയെ കുറിച്ച് ആലോചിക്കണ്ട. ഓക്കെ, ഇവിടെ ഒരു ചെമ്പനീർ പൂവിരുത്ത് ഞാനോമലേ ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല. ഒരു ചെമ്പനീർ പൂവിരുത്ത് ഞാനോമലേ ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല. എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എന്റെ ചെമ്പനീർ പൂക്കുന്നതായി, നിനക്കായി സുഗന്ധം പരത്തുന്നതായി, നിനക്കായി പറയൂ നീ പറയൂ, പറയൂ നീ പറയൂ. ഒരു ചെമ്പനീർ പൂവിരുത്ത് ഞാനോമലേ ഒരു വേള നിന്നേർക്കു നീട്ടില്ല. നിയമസഭയിൽ എപ്പോഴെങ്കിലും പാടേണ്ട അവസരം ഉണ്ടായിട്ടുണ്ടോ? നിയമസഭയില് പാടേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഒരു പ്രതികരണം? എനിക്കൊന്ന് സംഘർഷം നിറഞ്ഞ നിമിഷമൊക്കെ ഇത്തിരി പാടാൻ പറ്റുവാണെങ്കിൽ ചെറിയ കാര്യമല്ല. സംഘർഷം ഒഴിഞ്ഞു പോയതിന് നിയമസഭയിൽ കുറെ പാട്ടുകാരുണ്ട്. നമ്മുടെ രാമേന്ദ്രൻ കടന്നപ്പള്ളി, ഡോക്ടർ എം കെ മുനീർ, PJ ജോസഫ്, പ്രൊഫഷണൽ ഹിന്ദി പാട്ട് സ്പെഷ്യലിസ്റ്റ്, കണ്ണ് തപ്പിയ ഹിന്ദി പാട്ടാണ്. പാട്ടുകാരിയാണ് ദലീമ. ദലീമ പിന്നെ പ്രൊഫഷണൽ ഗായികയാണ്. അങ്ങനെ സഭയിൽ ഒരുപാട് പാട്ടുകാരുണ്ട്. പാട്ടുകാരുടെ ഒരു ഐക്യം അവിടെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അല്ലേ? പാട്ടുകാരുടെ ഒരു ട്രൂപ്പ് ഉണ്ടാക്കാവുന്നതാണ്. ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അതിനൊക്കെ രാഷ്ട്രീയ പക്ഷപാതം ആവശ്യമില്ല. നിയമസഭാ ഗാനമേള ട്രൂപ്പിന് സ്കോപ്പ് ചെയ്യാവുന്നതാണല്ലേ? ഓക്കെ, താങ്ക് യു വിശ്വനാഥ്. താങ്ക് യു. ഓക്കെ, അപ്പോ PC വിശ്വനാഥ് MLA ആയിരുന്നു. അപ്പോ പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഒരുപാട് രാഷ്ട്രീയം മാത്രമല്ല, കക്ഷി രാഷ്ട്രീയ ചിന്തകൾ മാത്രമല്ല, അവർക്ക് പാട്ടുകളും ഒക്കെ പാടാൻ പറ്റും.